ഇന്ന് നമുക്ക് ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയാലോ? അതും നോർത്ത് ഇന്ത്യൻ സ്റ്റൈലില്. ആലു പ്യാജ് പക്കോടയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി എല്ലാവർക്കും സ്പൈസ് അപ്പ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ ആലു പ്യാജ് പക്കോട തയ്യാറാക്കാനായിട്ട് ആദ്യം സവാളയൊന്ന് കനം കുറച്ച് അരിഞ്ഞെടുക്കണം. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. സവാള നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞ ശേഷം അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് ഉരുളക്കിഴങ്ങും തിന്നായിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട്. അങ്ങനെ കട്ട് ചെയ്തെടുത്ത ശേഷം ഒരു ബൗളിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. നമ്മളുടെ ഈ ഉരുളക്കിഴങ്ങിലുള്ള സ്റ്റാർച്ച് ഒക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത ശേഷം ഇതിങ്ങനെ കഴുകിയെടുക്കുന്നത്. അങ്ങനെ കഴുകിയെടുത്ത ഉരുളക്കിഴങ്ങും സവാളയുടെ മേലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളകും റൗണ്ടിൽ കട്ട് ചെയ്തെടുത്ത ശേഷം ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തത് മല്ലിച്ചപ്പും കറിവേപ്പിലയും ഇതുപോലെ തന്നെ ചെറുതാക്കി അരിഞ്ഞിട്ട് ഇതിന്റെ മേലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ കൈ വെച്ച് നന്നായിട്ട് ഞരടി കൊടുത്താൽ ഈ സവാളയിലുള്ള നീരൊക്കെ നന്നായിട്ട് ഇറങ്ങി കിട്ടും. അങ്ങനെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം 3 ചെറിയ കപ്പ് അളവിൽ കടലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ മൈദയും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ ഈ പക്കോട നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുത്തത്. ഇനി ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ നല്ല ജീരകത്തിന്റെ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. പിന്നെ കുഴച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വെള്ളം ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കുഴച്ചെടുക്കുന്ന സമയത്ത് ഓൾറെഡി ഈ സവാളയിലൊക്കെയുള്ള നീരിങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഓവറായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ തന്നെ മാവ് നന്നായിട്ട് ലൂസായിട്ട് വന്നോളും. ഓവറായിട്ട് ഈ മാവ് ലൂസായി പോകുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കടലപ്പൊടി ഇട്ട് കൊടുത്ത് നമുക്കിത് മാനേജ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ നന്നായിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഓവർ ലൂസ് ആവാതെ എന്നാൽ ഓവർ ടൈറ്റും ആവാത്ത രീതിയിലാണ് ഞാനിവിടെ കുഴച്ചെടുത്തിരിക്കുന്നത്. ഈ ഒരു മാവ് റെസ്റ്റിങ്ങിനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കിത് കുഴച്ചെടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഈ സവാളയിലുള്ള നീരൊക്കെ ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇറങ്ങി വരും. അപ്പൊ ഈ മാവ് കൂടുതൽ ലൂസ് ആവുകയേ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളിത് കുഴച്ചെടുത്ത ഉടനെ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ നമ്മളുടെ പക്കോട ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായ ശേഷം നമ്മൾ കുഴച്ചു വെച്ച മാവിൽ നിന്ന് കുറേശ്ശെ എടുത്ത് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഒരു സൈഡ് വെന്ത ശേഷം നമുക്കിത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് തിന്നായിട്ട് അരിഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നന്നായിട്ട് അത് വെന്ത് വന്നോളും. അങ്ങനെ നമ്മളുടെ പക്കോട നന്നായിട്ട് കളറൊക്കെ മാറി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി കരിഞ്ഞു പോവാതെ പെട്ടെന്ന് തന്നെ നമുക്കിതിന്ന് വേറൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മളുടെ ക്രിസ്പി ആയിട്ടുള്ള നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ആലു പ്യാജ് പക്കോട റെഡി ആയിട്ടുണ്ട്. വെറൈറ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാനും കഴിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ഡിഷ് കൂടെ നിങ്ങളുടെ മെനുവിലേക്ക് ആഡ് ചെയ്തേക്കൂ. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.